ഞാൻ പച്ച മലയാളത്തിൽ റോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടി പോലും നമ്മുടെ കൂടെ നിൽക്കാത്ത സമയത്ത്, ഒരുത്തനും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത സമയത്ത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഗൈസ് ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷമായിട്ടുണ്ടാകും. ഞാൻ ലാസ്റ്റ് ചെയ്തൊരു സെഗ്മെന്റ് ഉണ്ട്, ചായ് വിത്ത് ടോക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നെങ്കിൽ ഈവനിങ് എല്ലാവർക്കും വന്ന് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടൊക്കെ സ്ഥലം, ആൾക്കാർ ചൂണ്ടൊക്കെ ഇട്ട് പോകുന്നു. അപ്പോൾ നോക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് എന്തായാലും വലിച്ചു കിട്ടാത്ത എന്താണ് വീഡിയോ എന്ന് പറയാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് 2-2.5-3 വർഷത്തോളം ആയിരുന്നുകൊണ്ട് ഞാൻ ചായ് ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ ചെയ്തിരുന്നു, ഒരു സെഗ്മെന്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ അതുപോലെ ഞാൻ ഒരു കട്ടൻ ചായക്ക് ഇവിടുന്ന് മേടിച്ച് കട്ടൻ ടോക്സ് അടിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് കരുതിയിട്ട് ഇന്നത്തെ ടോപ്പിക് അതായിട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. എന്തായാലും ഞാൻ കുറച്ചധികം ഞാനിപ്പോൾ ഒരു 4-4.5 മാസമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബ് തെറ്റി ഇതൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺകട്ട് എഡിഷനാണ്, റോ ആയിട്ട് വായിന്ന് എന്താണോ വരുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തെറ്റ് വരാം, പക്ഷെ ഞാനത് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് എൻ്റെ ഒരു രീതി. ഓവർ അങ്ങനെ എഡിറ്റിംഗ് പരിപാടികളൊന്നുമില്ല, കട്ട് ചെയ്ത് വെച്ചു. ഓ മൈ ഗോഡ്, സോറി. അപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഇപ്പോൾ ഒരു 4-4.5 മാസത്തോളം ആയിട്ട് ഞാൻ ഡെയിലി പനി വന്നാലും തലവേദന വന്നാലും ഒക്കെ ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടായിരുന്നു. ഞാൻ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് അല്ല, ഞാൻ സെൽഫ് ഡെവലപ്മെൻറ്റ് പരിപാടികളൊക്കെ ആയിട്ടും പിന്നെ സെൽഫ് ഇംപ്രൂവിങ് പരിപാടികളൊക്കെ ആയിട്ടും മോട്ടിവേറ്റിംഗ് കണ്ടന്റ്, ഇൻസ്പയറിങ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഞാൻ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന എപ്പിസോഡ് 1 ആണ്. ഓക്കെ, ഇനി മുതൽ ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് മാക്സിമം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ എം ഗോയിങ്. ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടിൻ്റെ ഇഷ്യൂസ് വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതാകുമ്പോൾ കാറിലാകുമ്പോൾ പിന്നെ അങ്ങനെ അടച്ചുകൂട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, സൗണ്ടിന് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക്, നമ്മുടെ ലൈഫിൽ 2 തരം ആളുകളുണ്ടാവും. നമ്മുടെ ലൈഫിൽ 2 തരം ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉയർച്ചയിൽ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഉയർച്ച, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കയ്യിൽ പൈസ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ആളുകൾ അറിയപ്പെടുന്ന ഒരാളായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഫെയിം കിട്ടുമ്പോൾ ഒക്കെ നമ്മുടെ കൂടെ അവിചാരിതമായിട്ട് ഒരുപാട് പേരുകൾ നമ്മുടെ അടുത്തോട്ട് കടന്നു വരും. അത് നമ്മുടെ അടുത്തുനിന്നുള്ള നമ്മളെ മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകളെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത് വെച്ചുകൊണ്ട് ആ ഇൻറ്റൻഷനിൽ വന്ന് നമ്മളായിട്ട് സംസാരിക്കുകയും നമ്മളായിട്ട് ഭയങ്കര ഓവർ സൗഹൃദം സ്ഥാപിക്കുകയും നമുക്ക് വേണ്ടി മറ്റു ചത്ത് പണിയെടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്ന ടൈപ്പുള്ള ആളുകളുണ്ട്. 2ാമത്തെ ഒരാളുകൾ, നമ്മളൊന്നുമില്ലാതിരുന്ന സമയത്ത്, ഞാൻ പച്ച മലയാളത്തിൽ റോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടി പോലും നമ്മുടെ കൂടെ നിൽക്കാത്ത സമയത്ത്, ഒരുത്തനും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ആളുകളെയാണ് ലൈഫിൽ നമ്മൾ മരണം വരെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് മലമറിക്കുന്ന പൊസിഷനിൽ എത്തി എന്ന് പറഞ്ഞാലും, ഏത് ലെവലിലോട്ട് എത്തി എന്ന് പറഞ്ഞാലും, അവരെയാണ് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടത്. കാരണം പണം വന്നു കഴിയുമ്പോൾ, നമുക്ക് ഫെയിം വന്നു കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റും പൊതിയാനുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലായിക്കോ. അത് നമ്മളിൽ നിന്ന് വേറെ പലതും എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ വരുന്നത്. നമ്മുടെ ഒപ്പം നമ്മളൊന്നും അല്ലാതെ ഇരുന്ന സമയത്ത്, സീറോയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ ഒന്നുമില്ലാതിരുന്ന സമയത്ത്, നമ്മുടെ മോശം സമയത്ത് എപ്പോഴും പറയുന്നില്ല, നമുക്കൊരു മോശം സമയം വരുമ്പോൾ അറിയാം യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ആരുണ്ടാവുന്നത്. മനസ്സിലായോ? ആ ദൈവം നമുക്ക് തരുന്നൊരു ഒരു സന്ദർഭമാണ് നമുക്ക് യഥാർത്ഥ ആളുകൾ ആരാന്ന്, നമ്മുടെ ആളുകൾ ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണത്. മനസ്സിലായോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ തകർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മളൊന്നുമല്ലാതെ ഇരുന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കല്ലേ നമ്മൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കുറച്ച് ഫെയിമോ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് നന്നായി ഒന്ന് നടന്നുനിർത്തി നിന്ന് കഴിയുമ്പോൾ വരുന്ന ആളുകളാണോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കാരണം അവരിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? ഈ അട്ടോട്ടുന്ന പോലെ. അപ്പം നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ. നിങ്ങളും ഞാനും എല്ലാവരും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ ആ തകർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന
ആളുകളെയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഐ ഹോപ്പ് എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, ഐ നോ ദർ ഈസ് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും എവിടെയെങ്കിലും. ആൻഡ് സജഷൻസ് ആൻഡ് ടോപ്പിക്സ് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ആ പേര് വേണമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നോർമലി ഞാൻ തന്നെയാണ് എൻ്റെ പല കാര്യങ്ങൾക്കും പേരുകളൊക്കെ ഇടാറ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബിലോ ചെയ്യാം. ഓക്കെ, ആൻഡ് എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. അത് പണ്ടെൻ്റെ വീഡിയോ ഒക്കെ കണ്ട ആരെങ്കിലുമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യണം ആ സാധനങ്ങളൊന്നും ഞാൻ പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഇത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും ശരിയാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ എന്തെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് മറ്റേ കട്ടൻ വിത്ത് പരിപാടിയൊന്നുമില്ല. ചായ് ടോക്സ് എന്നുള്ള സാധനം ആ സെഗ്മെന്റ് തന്നെ ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ പുതിയ പേരിൽ തുടങ്ങണോ എന്ന് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അധികം ഓവറായിട്ട് വലിച്ച് നീട്ടാൻ വേണ്ട. ഒരു 6 to 7 മിനിറ്റ്സിൽ നമുക്ക് പരിപാടി നിർത്താൻ വേണം. ഓക്കെ, അപ്പോൾ ബാക്കി എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം മറക്കണ്ട, ഓർത്തോ. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇന്നലെ കയറി, ഇന്നലെ നമ്മുടെ വിജയങ്ങൾ, ഇന്നലത്തെ പെട്ടെന്ന് ഓവർനൈറ്റിൽ നമ്മൾ സക്സസ് കണ്ടുവന്ന ആളുകൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ തകർച്ചയിൽ കൂടെ നിന്ന് നമ്മുടെ ആ ഒരു വേണ്ടപ്പെട്ട വ്യക്തികൾക്കാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. And this is Amra signing off and bye bye.